ഉഗ്രൻ മുന്നേറ്റം എന്ന് പറയുന്നത് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ മുന്നേറിയത്. ബി ജെ പി SDPI ഉൾപ്പെടെയുള്ള മുന്നണികളുമായിട്ടായിരുന്നു CPM ഇവിടെ ബാന്ധവത്തിലുണ്ടായിരുന്നത്. അതെല്ലാം ജനങ്ങൾ ഇവിടെ തട്ടിമാറ്റി അത്യുജ്വലമായ വിജയമാണ് ഒഞ്ചിയത്തും മേറാമലയും എല്ലാം ഉണ്ടായിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും വലിയ കുതിപ്പ്, മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ നമുക്ക് പല സീറ്റുകളും അവരുടെ സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ മുന്നേറ്റം. ഒഞ്ചിയത്ത് 12 സീറ്റിലാണ്, 7 സീറ്റിലേക്ക് CPM ഒതുക്കി. ഞങ്ങൾ എന്ത് വില കൊടുത്തും ഒഞ്ചിയം തിരിച്ചു പിടിക്കുമെന്നായിരുന്നു നേതാക്കന്മാർ അവകാശപ്പെട്ടത്. ആ അവകാശവാദങ്ങളെല്ലാം തട്ടിമാറ്റിയാണ് ഇവിടുത്തെ ജനത വലിയ വിജയം നേടിയത്. ഈ വിജയ ഒഞ്ചിയത്തെ ജയിപ്പിച്ച മുഴുവൻ ജനതയ്ക്കും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. RMB ഉജ്ജ്വലമായിട്ട് പലയിടങ്ങളിലും തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അത് ഇവിടെ മാത്രമല്ല, കുന്നംകുളം, മണിയൂര്, തൃശ്ശൂര്, പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. RMB UDF RMBയും ഒന്നിച്ചാണ് പല സ്ഥലങ്ങളിൽ മത്സരിച്ചത്. വലിയ മുന്നേറ്റം. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ചാണ് മത്സരിച്ചത്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ തനിച്ചാണ് മത്സരിച്ചത്. അവിടെയും 4 സീറ്റ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ മുന്നേറ്റം. കേരളത്തിലാകെ UDF തരംഗമാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDFന് മേൽക്കൈയാണ് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞതാണ്. ഭരണവിരുദ്ധ വികാരമാണ്. ആ മന്ത്രിസഭ രാജിവെക്കണം. പിണറായി വിജയൻ രാജിവെക്കുകയാണ് വേണ്ടത്. ആ തരത്തിലേക്ക് മുന്നേറ്റമാണ് ഇവിടെ സംസ്ഥാനത്താകെ UDFനുണ്ടായത്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികളൊക്കെ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിയത്. പഞ്ചായത്തുകൾ അസാധാരണമാണ്. പഞ്ചായത്തുകൾ ഏത് കാലത്തും പഞ്ചായത്ത് LDF ഭരിക്കുന്ന സമയത്തും പഞ്ചായത്ത് LDFന് തന്നെയായിരുന്നു, ത്രിതല പഞ്ചായത്തുകൾ. പക്ഷേ ഈ പ്രാവശ്യം പഞ്ചായത്തുകൾ വലിയ മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്താകെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുതായി കാണുന്ന ഒരു അവസരത്തിലാണ് RMB മറ്റിടങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രതിരോധം വ്യാപിക്കുന്നത്. എല്ലായിടത്തും സംസ്ഥാനത്ത് ഉൾപ്പെടെ പഞ്ചായത്തുകൾ, സമീപ പഞ്ചായത്തുകളിലൊക്കെ വളരെ രാഷ്ട്രീയ നിർണായക ശക്തിയാവുന്നു. ഈ സമയത്താണ് RMB നിർണായകമല്ല, മാഞ്ഞു പോകുന്ന പാർട്ടിയാണ് എന്ന് പറയുന്നത് CPM നേതൃത്വം. അതെ, CPM നേതൃത്വം കണ്ണു തുറന്ന് കാണട്ടെ, കണ്ണു തുറന്നു കാണുക. TPയുടെ ചോരയ്ക്ക് ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനത. TPയുടെ ചോര ഇന്നും എവിടെയുണ്ട്? ആ ചോരയ്ക്ക് മറുപടി കണക്ക് തീർക്കുകയാണ്. CPMനുള്ള കണക്ക് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനത. ഒരു വിഷയം ഇവിടെ പ്രാധാന്യമല്ല, എല്ലാ വിഷയങ്ങളും അപ്രസക്തമായി. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഭരണവിരുദ്ധതയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. മറ്റതെല്ലാം അതിനെ വഴിക്കുണ്ട്. അത് നമുക്ക് ആ തരത്തിൽ തന്നെ കണ്ടതാണ്. അതിനൊരു തർക്കവുമില്ല. അതിനൊന്നും ഞങ്ങൾക്ക് ആ നിലപാടുകളിൽ നിന്നും മറകോട്ടല്ല. പക്ഷെ അവിടെയല്ല, ഇവിടെ ഭരണവിരുദ്ധതയാണ് വളരെ ശക്തമായി പ്രതിഫലിച്ചത്. തീർച്ചയായിട്ടും അവിശുദ്ധമായ കൂട്ടുകെട്ട് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലും. ഇവിടെ അഴിയൂർ പഞ്ചായത്തിൽ SDPIയും BJPയും പരസ്യമായിട്ട്, CPMും പരസ്യമായിട്ടാണ് പ്രചരണ രംഗത്ത് പോലും ഉണ്ടായിരുന്നത്. വലിയ തോതിലുള്ള അവിശുദ്ധ മുന്നണിയാണ് ഉണ്ടായിരുന്നത്. അത് പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ തലശ്ശേരിയിൽ നമ്മുടെ സ്പീക്കറുടെ മണ്ഡലത്തിൽ പോലും ആ തരത്തിലേക്ക് കാണുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നതാണ്. പല സ്ഥലങ്ങളിലും ഒഞ്ചിയത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു SDPIയുമായിട്ട് CPMന്റെ അവിശുദ്ധമായ കൂട്ടുകെട്ട്. അതിനെയൊക്കെ ജനം കൊണ്ട് തട്ടി എറിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും RMB ശക്തമായിട്ട് മുന്നോട്ടാണ്. ഒരു സംശയമുണ്ട്, ഞങ്ങൾ പുറകോട്ട് പോവില്ല. വലിയ തോതിൽ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഉറപ്പായും കാണാം നമുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.